പ്രപഞ്ചത്തിന്റെ മുഴുവൻ ചരിത്രവും എടുത്ത് നമ്മുടെ ഒരു വർഷമായി ചുരുക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. 1380 കോടി വർഷങ്ങളുടെ ചരിത്രം വെറും ഒരൊറ്റ കലണ്ടറിൽ. ജനുവരി 1-ാം തീയതി ആദ്യ സെക്കൻഡിൽ പ്രപഞ്ചം ഉത്ഭവിച്ചു. ഡിസംബർ 31-ാം തീയതി അവസാന സെക്കൻഡിൽ നമ്മൾ നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ ആ കലണ്ടറിൽ ഏത് മാസത്തിലായിരിക്കും ഭൂമി പ്രത്യക്ഷപ്പെട്ടത്? എപ്പോഴായിരിക്കും അതിൽ മനുഷ്യരവതരിച്ചത്? പ്രപഞ്ചത്തിന്റെ മുഴുവൻ ചരിത്രവും കാണാൻ നമുക്ക് ജനുവരി 1-ാം തീയതിയിലേക്ക് പോകാം. പ്രപഞ്ചത്തിന്റെ മുഴുവൻ ചരിത്രത്തിനെയും ഒരു വർഷമായിട്ട് ചുരുക്കുന്നതിന്റെ ആശയം കാൾ സാഗൻ എന്ന അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞനാണ് ആദ്യമായിട്ട് രൂപപ്പെടുത്തിയത്. ഈ ആശയത്തിനെ കോസ്മിക് കലണ്ടർ എന്നാണ് പറയുന്നത്. കോസ്മിക് കലണ്ടറിൽ ഓരോ സെക്കൻഡും 436 വർഷങ്ങളാണ്. ഒരു മാസം 115 കോടി വർഷങ്ങളും. ജനുവരി 1-ാം തീയതി അർദ്ധരാത്രി ആദ്യ സെക്കൻഡിലാണ് നമ്മുടെ പ്രപഞ്ചത്തിന്റെ കലണ്ടർ തുടങ്ങിയത്. ബിഗ് ബാങ് എന്ന മഹാവിസ്ഫോടനമായിരുന്നു ആ തുടക്കം. വിസ്ഫോടനം എന്ന് പറയുമെങ്കിലും അത് ശരിക്കും ഒരു വികാസമായിരുന്നു. ബിഗ് ബാങ്കിന് മുന്നേ നമ്മുടെ പ്രപഞ്ചം അനന്തമായ സാന്ദ്രതയും താപനിലയുമുള്ള ഒരു ബിന്ദുവായിരുന്നു. അതാണ് സിംഗുലാരിറ്റി. ഈ ബിന്ദു പെട്ടെന്ന് വികസിക്കാൻ തുടങ്ങി. ആ തുടക്കമാണ് ബിഗ് ബാങ്. ബിഗ് ബാങ്ങിന് തൊട്ടു പിന്നാലെ പ്രപഞ്ചം വളരെ വേഗം ഒരുപാട് വികസിച്ചു. വളരെ വേഗത്തിലെന്ന് വെച്ചാൽ പ്രകാശത്തിനേക്കാൾ പല മടങ്ങ് വേഗത്തിൽ. ഈ അതിവേഗത്തിലുള്ള വികാസത്തിനെ ഇൻഫ്ലേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ആദ്യ സെക്കൻഡിന്റെ വളരെ ചെറിയൊരു അംശം സമയം കൊണ്ടായിരുന്നു ഇൻഫ്ലേഷൻ സംഭവിച്ചത്. ചെറിയൊരു അംശം എന്ന് വെച്ചാൽ 10⁻⁻36 സെക്കൻഡുകൾക്കും 10⁻32 സെക്കൻഡുകൾക്കും ഇടയിൽ. ഈ സമയം പ്രപഞ്ചം മുഴുവൻ പല ലക്ഷം കോടി ഡിഗ്രി സെൽഷ്യസ് താപനിലയിലായിരുന്നു. അത്രയും താപനിലയിൽ ഒരു തരത്തിലുമുള്ള പദാർത്ഥങ്ങൾക്കും രൂപം കൊള്ളാൻ കഴിയില്ല. ഇതുവരേക്കും ബിഗ് ബാങ് കഴിഞ്ഞ് ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ടില്ല. ശേഷം ആദ്യ സെക്കൻഡിന്റെ 10⁻12 സെക്കൻഡ് സമയമായപ്പോൾ പദാർത്ഥങ്ങളുടെ അടിസ്ഥാന ഘടകമായ ക്വാർക്കുകളും ന്യൂട്രിനോകളും പിന്നെ ഇലക്ട്രോൺസും രൂപം കൊള്ളാൻ തുടങ്ങി. ഓർക്കുക, 10⁻12 സെക്കൻഡ് എന്നത് ഒരു പിക്കോ സെക്കൻഡ് ആണ്. 1,00,000 കോടി പിക്കോ സെക്കൻഡുകൾ ആകുമ്പോഴാണ് വെറും ഒരു സെക്കൻഡ് ആകുന്നത്. ഇതുവരെ പറഞ്ഞതെല്ലാം അത്രയും വേഗത്തിലാണ് സംഭവിച്ചത്. ഒരു സെക്കൻഡ് അവസാനിക്കുന്നതിന് മുന്നേ ക്വാർക്കുകളിൽ നിന്നും പ്രോട്ടോൺസും ന്യൂട്രോൺസും രൂപം കൊണ്ടിരുന്നു. ഈ പ്രോട്ടോൺസിലും ന്യൂട്രോൺസിലും നിന്നുമാണ് പിൽക്കാലത്തിൽ പ്രപഞ്ചത്തിലെ സകലതും ഉണ്ടായത്. ശേഷം ഏതാനും ചില മിനിറ്റുകൾക്കുള്ളിൽ ഈ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഒക്കെ ചേർന്ന് ന്യൂക്ലിയസുകളും ഉണ്ടാകാൻ തുടങ്ങി. കോസ്മിക് കലണ്ടറിൽ ഇപ്പോഴും ഒരു സെക്കൻഡ് പോലും ആയിട്ടില്ല. ഈ സമയവും പ്രപഞ്ചം വളരെ ഉയർന്ന താപനിലയിലായിരുന്നു. ഒടുവിൽ കോസ്മിക് കലണ്ടറിൽ ഏകദേശം 14 മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴാണ്, അതായത് ബിഗ് ബാങ് കഴിഞ്ഞ് 3,70,000 വർഷങ്ങൾക്ക് ശേഷമാണ് ന്യൂക്ലിയസുകൾക്ക് ചുറ്റും ഇലക്ട്രോൺസ് കുടുങ്ങുകയും അങ്ങനെ ആദ്യത്തെ ആറ്റംസ് ഉണ്ടാവുകയും ചെയ്തത്. അതെല്ലാം ഹൈഡ്രജന്റെയും ഹീലിയത്തിന്റെയും ആറ്റംസ് ആയിരുന്നു. 3,70,000 വർഷങ്ങൾ വരെയും പ്രപഞ്ചത്തിലുള്ള സകല പദാർത്ഥങ്ങളും ഊർജവും ചൂടും സാന്ദ്രതയും കൂടിയ പ്ലാസ്മയുടെ രൂപത്തിലായിരുന്നു. എന്നാൽ 3,70,000 വർഷങ്ങളായപ്പോൾ പ്രപഞ്ചം തണുക്കാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ടാണ് ആറ്റങ്ങൾക്ക് രൂപം കൊള്ളാൻ പറ്റിയത്. ആറ്റംസ് ഉണ്ടാകുന്നതിന് മുൻപ് വരെയും പ്രപഞ്ചം മുഴുവൻ മങ്ങിയ ഒരു പുക പോലെയായിരുന്നു. അതിനാൽ പ്രകാശകിരണങ്ങൾക്ക് അധിക ദൂരം സഞ്ചരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് 3,70,000 വർഷങ്ങൾക്ക് മുൻപ് വരെ പ്രപഞ്ചം ഒപേക്ക് ആയിരുന്നുവെന്ന് പറയുന്നത്. എന്നാൽ ആറ്റംസ് ഉണ്ടായ ശേഷം പ്രപഞ്ചം ട്രാൻസ്പെരന്റ് ആയി. അതായത് പ്രകാശത്തിന് പിന്നെ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ പറ്റി. അതിന്റെ അനന്തരഫലമായി 3,70,000 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ പ്രപഞ്ചം ആദ്യമായി തിളങ്ങാൻ തുടങ്ങി. ആ തിളക്കം ഇന്നും നമുക്ക് കാണാൻ കഴിയും. ഈ തിളക്കത്തിനെയാണ് നമ്മൾ ഇന്ന് CMB അഥവാ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ തിളക്കം അധിക കാലം നിലനിന്നില്ല. വളരെ ചുരുങ്ങിയ കാലങ്ങൾക്കുള്ളിൽ അവ അദൃശ്യമായ വേവ് ലെങ്തുകളായി മാറി. അന്ന് പ്രപഞ്ചത്തിൽ നക്ഷത്രങ്ങളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് പല ദശലക്ഷക്കണക്കിന് വർഷക്കാലം പ്രപഞ്ചം മുഴുവൻ ഇരുട്ടിലായിരുന്നു. കോസ്മിക് ഡാർക്ക് ഏജസ് എന്നാണ് ഈ കാലത്തിനെ പറയുന്നത്. ഏകദേശം 110 കോടി വർഷങ്ങളോളം കാലം കോസ്മിക് ഡാർക്ക് ഏജസ് തുടർന്നു. അതായത് നമ്മുടെ കോസ്മിക് കലണ്ടറിൽ ഒരു മാസത്തോളം കാലം. പക്ഷെ ഈ കാലം അത്രയും പ്രപഞ്ചം മുഴുവൻ പൂർണ്ണമായും ഇരുട്ടിലായിരുന്നില്ല. ബിഗ് ബാങ് കഴിഞ്ഞ് ഏകദേശം 10 കോടി വർഷങ്ങൾക്ക് ശേഷം, അതായത് നമ്മുടെ കലണ്ടറിൽ ജനുവരി 3-ാം തീയതി ഗുരുത്വാകർഷണത്തിന്റെ അനന്തരഫലത്തിൽ പ്രപഞ്ചത്തിലെ ആദ്യത്തെ നക്ഷത്രങ്ങൾ രൂപം കൊണ്ടു. ഈ നക്ഷത്രങ്ങൾ ഇന്ന് കാണുന്ന സകല നക്ഷത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. ഈ നക്ഷത്രങ്ങളിൽ യാതൊരു തരത്തിലുമുള്ള ലോഹ പദാർത്ഥങ്ങളും ഉണ്ടായിരുന്നിരിക്കില്ല. കാരണം നക്ഷത്രങ്ങൾ നശിക്കുന്ന സമയത്തിലാണ് അവയുടെ ഉള്ളിൽ ലോഹ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നത്. ഇവ ആദ്യത്തെ നക്ഷത്രങ്ങളായതിനാൽ ഇതിനു മുന്നേ മെറ്റൽസ് ഉണ്ടാകാൻ സാധ്യതയില്ല.
ആദ്യത്തെ നക്ഷത്രങ്ങളെ പോപ്പുലേഷൻ 3 സ്റ്റാർസ് എന്നാണ് പറയുന്നത്. ഇവയെല്ലാം വളരെ ഭീമാകാരമായ നക്ഷത്രങ്ങളായിരുന്നിരിക്കാം. ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും മാസ് കൂടിയ നക്ഷത്രത്തിന് പോലും ഏകദേശം സൂര്യന്റെ 200 മടങ്ങ് മാസ് മാത്രമേയുള്ളൂ. എന്നാൽ പോപ്പുലേഷൻ 3 നക്ഷത്രങ്ങൾക്ക് 1000 മടങ്ങ് വരെ മാസ് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഇത്രയും മാസീവായതിനാൽ പരമാവധി 10 ലക്ഷം വർഷക്കാലങ്ങളോളം വരെ മാത്രമേ ഇത്തരം നക്ഷത്രങ്ങൾ നിലനിന്നിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൽ ഒരൊറ്റ പോപ്പുലേഷൻ 3 നക്ഷത്രം പോലും ഇന്ന് നിലനിൽക്കുന്നുണ്ടായിരിക്കില്ല. ഇവയിൽ ഏറ്റവും മാസ് കൂടിയ നക്ഷത്രങ്ങൾ ചിലപ്പോൾ സൂപ്പർനോവ സംഭവിക്കുന്നതിന് മുൻപ് തന്നെ നേരിട്ട് ബ്ലാക്ക് ഹോളായി മാറിയിട്ടുണ്ടാകുമെന്നാണ് സംശയിക്കുന്നത്. പോപ്പുലേഷൻ 3 നക്ഷത്രങ്ങൾക്ക് ശേഷം പിന്നെ പോപ്പുലേഷൻ 2 നക്ഷത്രങ്ങൾ രൂപം കൊള്ളാൻ തുടങ്ങി. അതോടൊപ്പം പ്രപഞ്ചം മുഴുവൻ പ്രകാശങ്ങൾ കൊണ്ട് നിറയാനും തുടങ്ങി. നക്ഷത്രങ്ങളുടെ വിസ്ഫോടനങ്ങളും കൂട്ടിയിടികളും കൊണ്ട് പ്രപഞ്ചം കോലാഹലങ്ങൾ നിറഞ്ഞ സ്ഥലമായി. ഒടുവിൽ ജനുവരി 20-ാം തീയതി പ്രപഞ്ചത്തിൽ ആദ്യമായി ഗാലക്സികൾ രൂപം കൊണ്ടു. ആദ്യ ഗാലക്സികളെല്ലാം തീരെ ചെറുതായിരുന്നു. ഇന്നത്തെ ഗാലക്സികളുമായിട്ട് അവയ്ക്ക് രൂപസാദൃശ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഭൂരിപക്ഷം ഗാലക്സികളും വലിയൊരു പുകപടലം പോലെയായിരുന്നു. എന്നാൽ കാലക്രമേണ അവ സമീപത്തുള്ള മറ്റ് ഗാലക്സികളുമായിട്ട് കൂടിച്ചേരുകയും അങ്ങനെ വലിയ ഗാലക്സികളായി മാറുകയും ചെയ്യാൻ തുടങ്ങി. 2 ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ ഭവനമായ മിൽക്കി വേയും ജനിച്ചു. പക്ഷെ ഇതിന് ഇന്നത്തെ രൂപമൊന്നും അന്നുണ്ടായിരുന്നില്ല. ജനുവരി അവസാനമായപ്പോൾ പ്രപഞ്ചം മുഴുവൻ പലതരം ഗാലക്സികൾ കൊണ്ട് നിറഞ്ഞു. ഫെബ്രുവരി പകുതി കഴിഞ്ഞപ്പോഴേക്കും പ്രപഞ്ചത്തിന്റെ ഘടന വലിയൊരു വലയുടെ രൂപത്തിലാകാൻ തുടങ്ങി. ഈ ഘടനയെ കോസ്മിക് വെബ് എന്നാണ് പറയുന്നത്. നമ്മുടെ തലച്ചോറിലെ ന്യൂറോൺസിന്റെ രൂപത്തിന് സമാനമാണ് ഈ കോസ്മിക് വെബ്. മാർച്ച് 15-ാം തീയതി മിൽക്കി വേ സ്പൈറൽ ആകൃതിയിലേക്ക് മാറാൻ തുടങ്ങിയിരുന്നു. അടുത്ത മാസം 1-ാം തീയതി ഗാലക്സികളൊക്കെ കൂട്ടം കൂടി വലിയ ഗാലക്സി ക്ലസ്റ്ററുകളും ഉണ്ടായി. ഏപ്രിൽ മാസം 11-ാം തീയതി ആയപ്പോൾ ആദ്യമായി പോപ്പുലേഷൻ 1 നക്ഷത്രങ്ങൾ ഉണ്ടായി. നമ്മുടെ സൂര്യൻ ഉൾപ്പെടെ ഇന്ന് നിലനിൽക്കുന്ന നക്ഷത്രങ്ങളിൽ കൂടുതലും പോപ്പുലേഷൻ 1 നക്ഷത്രങ്ങളാണ്. ഓരോ പോപ്പുലേഷൻ കഴിയുമ്പോഴും പുതിയ പോപ്പുലേഷൻ നക്ഷത്രങ്ങളിൽ കൂടുതൽ മെറ്റൽസ് ഉണ്ടായിരിക്കും. പോപ്പുലേഷൻ 1 നക്ഷത്രങ്ങൾ രൂപം കൊള്ളുമ്പോൾ അവയ്ക്ക് പോപ്പുലേഷൻ 2 സ്റ്റാർസിൽ നിന്നുമുള്ള ലോഹപദാർത്ഥങ്ങൾ ധാരാളം ലഭ്യമായിരുന്നു. അതുകൊണ്ടാണ് പോപ്പുലേഷൻ 1 നക്ഷത്രങ്ങൾക്ക് ചുറ്റും നമ്മുടെ ഭൂമിയെ പോലെയുള്ള റോക്കി പ്ലാനറ്റ്സ് ഉണ്ടായത്. അപ്പോൾ ഏകദേശം 1000 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ തന്നെ ഭൂമിയെ പോലെയുള്ള ഗ്രഹങ്ങൾ പ്രപഞ്ചം നിറയെ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും പണ്ടേ തന്നെ ജീവൻ ഉത്ഭവിച്ചിട്ടുമുണ്ടാകും. ശേഷം ജൂൺ 5-ാം തീയതി ഗ്രേറ്റ് വോൾസും ഫിലമെന്റ്സും പോലെയുള്ള പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഘടനകൾ രൂപം കൊണ്ടു. വീണ്ടും 1 മാസം കൂടെ കഴിഞ്ഞപ്പോൾ മിൽക്കി വേ പൂർണ്ണമായും ഇന്നത്തെ രൂപത്തിലായി മാറി. സെപ്റ്റംബർ 1 നമുക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. കാരണം അന്നാണ് നമ്മുടെ സൂര്യനും സൗരയൂഥവുമൊക്കെ രൂപം കൊള്ളാൻ തുടങ്ങിയത്. ആദ്യം സോളാർ സിസ്റ്റത്തിന്റെ കേന്ദ്രഭാഗത്തിൽ ഒരു കുഞ്ഞു പ്രോട്ടോ നക്ഷത്രം രൂപം കൊണ്ടു. അത് മണിക്കൂറുകൾ കൊണ്ട് വലിയ നക്ഷത്രമായി മാറി. അതിനോടൊപ്പം സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹങ്ങളും രൂപം കൊണ്ടു. ഈ സമയത്തിൽ യുറാനസും നെപ്റ്റ്യൂണും ഒക്കെ സൂര്യനിൽ നിന്നും ഇന്നത്തേതിനേക്കാൾ ഒരുപാട് അടുത്തായിരിക്കും നിലനിന്നിരുന്നത്. മറ്റൊരു കാര്യം, ഒരുപക്ഷെ സൗരയൂഥത്തിൽ ഇന്ന് കാണുന്നതിലും കൂടുതൽ ഗ്രഹങ്ങൾ അന്നുണ്ടായിരുന്നിരിക്കുമെന്നും അവയെല്ലാം സൗരയൂഥത്തിൽ നിന്നും പിന്നീട് പുറന്തള്ളപ്പെട്ടതായിരിക്കുമെന്നും നല്ലൊരു ശതമാനം ആസ്ട്രോണമേഴ്സ് സംശയിക്കുന്നുണ്ട്. വെറും 2 ദിവസങ്ങൾക്ക് ശേഷം ഭൂമി ഉൾപ്പെടെയുള്ള ബാക്കി റോക്കി പ്ലാനറ്റുകളും ഉണ്ടായി. അതേസമയം രൂപം കൊണ്ട മറ്റൊരു ഗ്രഹമാണ് തിയ. അതിന് മാർസിന്റെ അത്ര വലിപ്പമുണ്ടായിരുന്നു. അതിന്നും നിലനിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് രണ്ടാമതൊരു ഭൂമിയായി മാറിയേനെ. പക്ഷെ നിർഭാഗ്യവശാൽ അത് വന്ന് നമ്മുടെ ഭൂമിയുമായിട്ട് കൂട്ടിയിടിച്ചു. എന്നാൽ അത് നമ്മുടെ ഭാഗ്യമാണെന്നും പറയാം. കാരണം ആ കൂട്ടിയിടിയുടെ അനന്തരഫലമായിട്ടാണ് നമുക്ക് നമ്മുടെ ചന്ദ്രനെ കിട്ടിയത്. ഭൂമി രൂപം കൊണ്ട ശേഷം പല ആഴ്ചകളോളം കാലം, അതായത് ഏകദേശം സെപ്റ്റംബർ 20-ാം തീയതി വരെ ഭൂമി മുഴുവൻ കോലാഹലങ്ങൾ നിറഞ്ഞതായിരുന്നു. ഉപരിതലം മുഴുവൻ തിളച്ചു മറിയുന്ന ലാവ, തുരുതുരാന്ന് നിരന്തരമായിട്ട് വന്ന് പതിച്ചുകൊണ്ടിരുന്ന ഉൽക്കാമഴ, അതിഗംഭീരമായ അഗ്നിപർവ്വത വിസ്ഫോടനങ്ങൾ, അതിശക്തമായ ഭൂമി കുലുക്കങ്ങൾ, അങ്ങനെ ആകെ മൊത്തം ഭൂമി ഒരു നരകമായിരുന്നു. ഭൂമി മാത്രമല്ല, ബാക്കി റോക്കി പ്ലാനറ്റ്സിന്റെ അവസ്ഥകളും ഏകദേശം സമാനമായിരുന്നു. ഒടുവിൽ സെപ്റ്റംബർ 29-നും ഒക്ടോബർ 1-നും ഇടയിൽ ഭൂമിയിൽ ഒരു അത്ഭുതം സംഭവിച്ചു. നമ്മുടെ അറിവിൽ പ്രപഞ്ചത്തിൽ ആദ്യമായി ഒരു ഗ്രഹത്തിൽ ജീവൻ ഉത്ഭവിച്ചത് അന്നാണ്. സമുദ്രങ്ങളുടെ അടിത്തട്ടിൽ ഹൈഡ്രോ തെർമൽ വെന്റുകൾക്ക് സമീപം ആദ്യമായി ഏകകോശ ജീവികൾ ഉണ്ടായി. അവ കാലക്രമേണ കൂടുതൽ സങ്കീർണമായിട്ട് പരിണമിക്കുകയും ചെയ്തു. ഒക്ടോബർ 2-ാം തീയതി ആദ്യത്തെ ഫോട്ടോസിന്തറ്റിക് സൂക്ഷ്മജീവി പരിണമിച്ചു. പക്ഷേ അവ ദൃശ്യപ്രകാശത്തിന് പകരം ഇൻഫ്രാറെഡ് കിരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ ഓക്സിജന് പകരം സൾഫർ ആയിരുന്നു പുറത്തുവിട്ടിരുന്നത്.
എന്നാൽ വീണ്ടും പല ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒക്ടോബർ 21 തീയതി സയാനോ ബാക്ടീരിയ എന്ന പുതിയ വർഗം സൂക്ഷ്മജീവി ഭൂമിയിൽ അവതരിച്ചു. അവ ദൃശ്യപ്രകാശത്തിനെ ഉപയോഗിക്കുകയും ശേഷം ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്തു. അത് ഭൂമിയുടെ മുഖഛായ തന്നെ മാറ്റിക്കളഞ്ഞു. അവയാണ് നമ്മുടെ അന്തരീക്ഷത്തിനെ ഓക്സിജൻ കൊണ്ട് നിറച്ചത്. സയാനോ ബാക്ടീരിയകൾ ഉണ്ടാകാതിരുന്നെങ്കിൽ പിന്നെ ഇന്ന് കാണുന്ന ഒരു ജീവനും ഒരുപക്ഷെ ഉത്ഭവിക്കുമായിരുന്നില്ല. അതിനുശേഷം ജീവൻ അതിസങ്കീർണമാകാൻ തുടങ്ങി. ഒടുവിൽ നവംബർ 17 തീയതി ഏകകോശ ജീവികളിൽ നിന്നും ആദ്യമായി മൾട്ടി സെല്ലുലാർ ജീവൻ ഉണ്ടായി. അവ വീണ്ടും വളരെ വേഗം പല വിധത്തിലും പരിണമിച്ചു. സമുദ്രത്തിൽ കാലക്രമേണ ഒത്തിരിയേറെ പുതിയ ജീവികൾ ഉണ്ടായി. വീണ്ടും ഒരു മാസം കഴിഞ്ഞപ്പോൾ, അതായത് ഡിസംബർ 16 സമുദ്രത്തിൽ മത്സ്യങ്ങൾ രൂപം കൊണ്ടു. 4 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഉച്ച സമയത്തിൽ ഭൂമിയിൽ ആദ്യത്തെ വൃക്ഷമുണ്ടായി. എന്നാൽ ഏറ്റവും വലിയ അത്ഭുതം ഒരുപക്ഷെ ഡിസംബർ 22 സംഭവിച്ചത്. കാരണം അന്ന് രാവിലെ 9 മണിക്കാണ് ആദ്യമായി സമുദ്രത്തിൽ നിന്നും ജീവൻ പുറത്തു വന്നത്. വെറും 3 ദിവസങ്ങൾക്ക് ശേഷം, അതായത് ഡിസംബർ 25 രാവിലെ 11 മണിക്ക് മുൻപ് തന്നെ ആദ്യത്തെ ദിനോസറുകൾ പരിണമിച്ചു. അന്ന് രാത്രി തന്നെ ആദ്യത്തെ സസ്തനികളുമുണ്ടായി. അതേ കാലത്തിലാണ് ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡമായിരുന്ന പാൻജിയ വിഭജിക്കാൻ തുടങ്ങിയത്. വെറും 5 ദിവസങ്ങൾക്ക് ശേഷം, അതായത് ഡിസംബർ 30 തീയതി രാവിലെ ഏകദേശം 6:30 ആയപ്പോഴേക്കും ഒരു വലിയ ഉൽക്ക വന്ന് പതിച്ച് ഭൂമിയിൽ ഒരു വലിയ വംശനാശമുണ്ടായി. വെറും 5 ദിവസങ്ങളെന്ന് പറഞ്ഞെങ്കിലും അത് ശരിക്കും ഏകദേശം 20 കോടി വർഷങ്ങളാണ്. അങ്ങനെ അന്ന് ഭൂമിയെ അടക്കി വാണിരുന്ന ദിനോസറുകൾ എന്നേക്കുമായി വിട പറഞ്ഞു. ദിനോസറുകൾ നശിച്ച് കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തന്നെ സസ്തനികൾ ലോകത്തിന്റെ ഭരണം ഏറ്റെടുത്തു. അന്ന് തന്നെ ഉച്ചസമയം 1 മണിയായപ്പോൾ ഭൂമിയിൽ ആദ്യത്തെ ഏപ്പുകൾ രൂപം കൊണ്ടു. മനുഷ്യരിലേക്കുള്ള പാതയുടെ ആദ്യ പടിയായിരുന്നു അത്. ശേഷം കോസ്മിക് കലണ്ടറിലെ അവസാന ദിവസത്തിന്റെ അവസാന മണിക്കൂറിൽ, കൃത്യമായി പറഞ്ഞാൽ രാത്രി 11:37 ആദ്യത്തെ ഹോമോസാപ്പിയൻസ് പരിണമിച്ചു. വീണ്ടും 22.5 മിനിറ്റുകൾക്ക് ശേഷം, അതായത് വർഷം അവസാനിക്കുന്നതിനും വെറും 29 സെക്കൻഡുകൾക്ക് മുന്നേ മനുഷ്യൻ കൃഷി ചെയ്യാൻ തുടങ്ങി. 14 സെക്കൻഡുകൾക്ക് മുന്നേ ചക്രം കണ്ടുപിടിച്ചു. 12 സെക്കൻഡുകൾക്ക് മുന്നേ ഈജിപ്ഷ്യൻസ് പിരമിഡുകൾ നിർമ്മിച്ചു. വെറും 3 സെക്കൻഡുകൾക്ക് മുന്നെയാണ് ഭൂമി പ്രപഞ്ചത്തിന്റെ മധ്യത്തിലല്ലെന്ന് കോപ്പർനിക്കസ് കണ്ടെത്തിയത്. 2 സെക്കൻഡുകൾക്ക് മുൻപാണ് ഗലീലിയോ ഗലീലി തന്റെ ടെലിസ്കോപ്പിലൂടെ ബഹിരാകാശം നിരീക്ഷിച്ചത്. ഇനി വെറും 1 സെക്കൻഡ് ബാക്കി. ന്യൂട്ടൺ ഗുരുത്വാകർഷണ നിയമങ്ങൾ രൂപപ്പെടുത്തിയത്, വൈദ്യുതി കണ്ടെത്തിയത്, ഡാർവിൻ പരിണാമ സിദ്ധാന്തം മനസ്സിലാക്കിയത്, ഐൻസ്റ്റൈൻ റിലേറ്റിവിറ്റി തിയറി രൂപപ്പെടുത്തിയത്, DNA ഘടന തിരിച്ചറിഞ്ഞത്, 1-ാം ലോക മഹായുദ്ധം, 2-ാം ലോക മഹായുദ്ധം, റേഡിയോ കമ്മ്യൂണിക്കേഷൻ കണ്ടുപിടിച്ചത്, മൊബൈൽ ഫോൺ നിർമ്മിച്ചത്, പ്ലൂട്ടോയെ കണ്ടെത്തിയത്, മറ്റ് ഗ്രഹങ്ങളിലേക്ക് പേടകങ്ങൾ അയച്ചത്, ചന്ദ്രനിൽ ഇറങ്ങിയത്, നിങ്ങൾ ജനിച്ചത്, ആദ്യത്തെ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്തത്, 47 അറീന തുടങ്ങിയത്, അവസാനം നിങ്ങളിതാ ഈ വീഡിയോ കാണുന്നത്. അങ്ങനെ എല്ലാം തന്നെ കോസ്മിക് കലണ്ടറിൽ അവസാനത്തെ വെറും 1 സെക്കൻഡിലാണ് സംഭവിച്ചത്. ഈ മഹാപ്രപഞ്ചവുമായിട്ട് നമ്മെ താരതമ്യം ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മൾ എത്ര നിസ്സാരമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.